ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ വ്ളോഗിൻ്റെ മൂന്നാം ഭാഗമാണിന്ന്. ഇന്ന് നമ്മൾ പോണത് തങ്ങൾപ്പാറ മക്കാമിലേക്കാട്ടോ. അപ്പം എല്ലാവരും ബസ്സിലൊക്കെ കയറിയിട്ട് യാത്ര തിരിച്ചു. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ആരും സ്കിപ്പ് അടിക്കാതെ കാണാൻ. നല്ല അടിപൊളി മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ നമുക്ക് അവിടെ പോയ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. അല്ല പോര് നടക്കല്ലേ എല്ലാരും നടന്നൂടെ. ഇത് റോഡാണ്, മച്ചീന്റെ വഴിയല്ല. മക്കാമുള്ളത് തങ്ങൾപ്പാറ മക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മള് കയറി നോക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകട്ടെ. കുറച്ച് പേര് വന്നിട്ടില്ല, കാരണം മല കയറാൻ കഴിയാത്തവരായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മലേൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കുറച്ച് ഭാഗം കയറി എത്തിയിട്ടുള്ളൂ കേട്ടോ. അടയ്ക്ക് എന്തിനാ ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പിറകോട്ട് നോക്കാൻ തന്നെ നല്ല പേടിയാണ്. ആ സൈഡ് ഈ സൈഡൊക്കെ ആയിട്ട് നല്ല കൊക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും നോക്കാതെ അധികം വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ. കയറി പോകുന്ന ഒരു ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുകളിലോട്ട് കയറുകയാണേ. അപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ നമുക്ക് അങ്ങോട്ട് എത്താനുണ്ട്. അവിടുന്ന് ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ചാണ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കയറും നിൽക്കും കയറും നിൽക്കുമായിട്ട് കേട്ടോ. നന്നായിട്ട് കിതക്കണമുണ്ട്. ഏകദേശം എന്നാലും കയറി തുടങ്ങി. ഈ ഒരു ഭാഗമായിട്ട് നന്നായിട്ട് കുത്തനായിട്ട് നിൽക്കുന്നത്. നമ്മൾ നന്നായിട്ട് നോക്കണം, സ്ലിപ്പാവാതെ നോക്കണം. സ്ലിപ്പായാൽ പിന്നെ താഴോട്ട് എത്തും കേട്ടോ. അങ്ങനെ ഏകദേശം ആ ഒരു ഇത് കയറിയതിൻ്റെ ശേഷമുള്ള വ്യൂ ആണിത്. ഏതായാലും നമ്മളിതാ അവസാനം തങ്ങൾപ്പാറ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പോയി നോക്കാം. ഇതാണ് ആ പാറൻ്റെ അടിയിലാണ്. ഇവിടുന്ന് അപ്പം ഞങ്ങളോടാ. അപ്പോൾ ആ സമയത്ത് അവിടെ സിയാറത്തിന് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഏതോ മദ്രസയിൽ നിന്നുള്ള കുട്ടികൾ ഉസ്താദുമാരൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആണുങ്ങളൊക്കെ ചെരുപ്പ് ഊരിയിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ, സ്ത്രീകളോട് അവിടെ പുറത്ത് നിൽക്കാനായിട്ട് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ദുആ ചെയ്തിട്ട് ചരിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും വന്നതില്ല, നല്ല അടിപൊളി ഒരു ക്ലാസ്സും കിട്ടി. കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്കായാലും കേട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു മോട്ടിവേഷൻ ക്ലാസ് തന്നെ ആയിരുന്നു കേട്ടോ. لا سيما وإلى حضرة الشيخ بابا فريد الدين كنج الشكر قدس الله سره العزيز وإلى أرواح من نحن عند جوارهم يا الله. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. കാലം ഇബാദത്തിലായിട്ടിരുന്ന സ്ഥലം. ഉപ്പാപ്പാന്റെ ആസാറ് കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന പാറയുള്ളത് കൊണ്ടാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപ്പാപ്പ ഉളു ചെയ്യാനും നിസ്കരിക്കാനൊക്കെ ഉപയോഗിച്ച സ്ഥലമാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകുമ്പോൾ കാണുന്നത്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സന്താന പരമ്പരയിൽ ഹിജറ 569 ഷഅബാൻ 29 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ജനനം. 4-ാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഹാഫിദാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ നല്ല ഹാഫിദീങ്ങളാക്കി തരണം. ശേഷം 2 കൊല്ലം ഉമ്മാൻ്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് നീണ്ട 12 വർഷക്കാലം തുടർച്ചയായി ദീനീ പഠനത്തിലായി ചെലവഴിക്കുന്നുണ്ട്. അതിനുശേഷം അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് അവരെ വളർത്തുമകനുണ്ട് ഡൽഹിയിലെ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനവറുകളിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു. അവരെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അറിയപ്പെടുന്നത് കെഞ്ചു ഷക്കർ, മധുരപ്രിയൻ എന്ന പേരിലാണ്. ഉമ്മാന്റെ ദുആകാരനായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ മുസല്ലക്കടിയിൽ നിന്ന് മധുരം കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് കെഞ്ചു ഷക്കർ മധുരപ്രിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും. ഇവിടെ ആര് വന്നാലും മധുരം കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കളെ പ്രാർത്ഥന മക്കൾക്ക് നിർബന്ധം. ഒരു കാരണവശാലും ഒന്നിൻ്റെ പേരിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട, പ്രയാസപ്പെടുത്തേണ്ട, അവരെ കണ്ണ് നിറക്കണ്ട, അവരെ തുറച്ച് നോക്കണ്ട, അവരെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ട, അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് തരൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിനക്ക് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഒക്കെ നാളെ റബ്ബിൻ്റെ കോടതിയിലാണ്.
പക്ഷെ മാതാപിതാക്കളെ ഇടങ്ങറാക്കി അവിടുന്ന് അനുഭവിച്ചേ പോകും. അള്ളാഹു തആല കാക്കുമാറാവട്ടെ. ഇവിടുന്ന് ഉറപ്പിച്ചു പോവാ, നിന്റെ ഉമ്മാനൊപ്പാനെ ഇടങ്ങറാക്കി പിടിച്ചോളി. ഒരു പൊരുത്തപ്പെട്ടിരും, പക്ഷെ ഓരോ മനസ്സിന്റെ വേദന അത് മാറൂല. ആ വേദന കൊടുത്ത പ്രയാസമാവൂലേ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സെക്കൻഡ് പോലും ഉമ്മാനെ വാപ്പാനെ ഇടങ്ങറാക്കണ്ട. ഒന്നിന്റെ പേരിലും അവരെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ കുറച്ചത് അത് കാണും. കണ്ടാൽ നമുക്ക് വിഷമമാണ്. ഹൻദല റളിയല്ലാഹുവിന്റെ ചരിത്രം യൂട്യൂബിലോട്ട് കയറി നോക്കി പറഞ്ഞങ്ങൾ നേരെ പോകുന്നുള്ളതുകൊണ്ട് ഹൻദല റളിയല്ലാഹു സ്വഹാബിയാണ്. മരണസമയത്തിൻ്റെ ആവശ്യം വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഉമ്മാനെ ഇടങ്ങറാക്കിയിട്ടല്ല കേട്ടോ, ഉമ്മാക്ക് തോന്നിപ്പോയി കുറച്ചോനെ എന്നെക്കാ ഇഷ്ടം ഹൻദലാക്ക് പെണ്ണുങ്ങളോടാണോ തോന്നിപ്പോയിട്ടുള്ളൂ. അങ്ങനെ കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം പെൺകുട്ടികൾക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ആൺകുട്ടികൾ കെട്ടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടികൾക്ക് മനസ്സിലായി. മോള് ഭർത്താവിനോട് ഗൾഫ് പോയിക്കോട്ടെ, ടൂർ പോയിക്കോട്ടെ, ജോലിക്ക് പോയിക്കോട്ടെ, നല്ല സുഖ സന്തോഷമായി അടിച്ചു പൊളിച്ച് നടക്കട്ടെ എന്നൊരാഗ്രഹം ഏതുമാർക്കും ഉണ്ടാവും. ഇതുപോലെ അതിനപ്പുറം നമ്മുടെ ആൺകുട്ടികൾ കെട്ടിക്കൊണ്ടുവരുന്ന ആ പെൺകുട്ടികൾക്കും അതൊക്കെ കൊടുത്തിരിക്കണം. അല്ല മോൻ ഗൾഫിലാണ്, മരോളത് 2 മാസത്തിന് കൊണ്ടോട്ടെ ചോദിച്ചപ്പോൾ എവിടെ ആളില്ല പറ്റൂല എന്ന് പറഞ്ഞ് ഇടങ്ങറാക്കണ്ട. ഹലാലായ നിലക്ക് ഭർത്താവിൻ്റെ കൂടെയുള്ള എല്ലാ ആസ്വാദനങ്ങളും അനുവദിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പെണ്ണിട്ടാൻ അയക്കരുത്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ മൊത്തത്തിൽ നാത്തുമാരെ കണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മുടെ ഉമ്മാരും ഉപ്പാരും സ്വമേധയാ പാവങ്ങളാണ്. ഉമ്മയും വാപ്പയും സ്വന്തം നിരക്ക് പാവങ്ങളാണ്. പക്ഷേ ഉമ്മാക്ക് ജ്യേഷ്ഠത്തിൻ്റെ അനിയത്തിൻ്റെ നാത്തൂനുണ്ട്. പോലിങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് വന്ന് തുറന്ന് തിരിച്ചരും. വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ മോളിൽ തലയിൽ കയറി പോയതാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ആരും തലയിൽ കയറുന്നില്ല. നല്ല സ്നേഹത്തിൽ സന്തോഷത്തിൽ നിന്നിട്ടുണ്ടോ എല്ലാവർക്കും ആവശ്യം പരിഗണനയാണ്. അവഗണന ഒരാളും ഇഷ്ടപ്പെടിക്കാൻ പ്രയാസമുള്ള ഒരു സ്റ്റെപ്പ് കയറാത്തവരടക്കം കയറി ഇവിടെ വരും. ഇനി വരുന്ന വഴിക്ക് പഠിച്ചോനെ പോകണമെന്നൊക്കെ ചിന്തിച്ചാലും എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇൻഷാല്ലാ കിടക്കൂല, പ്രയാസപ്പെടൂല. ഇവിടെ വന്ന് ദ്വാ ചെയ്താൽ കിട്ടും. കിട്ടുന്ന കൂട്ടത്തിൽ ആൾക്കാരെ ഉൾപ്പെടുത്തി തരട്ടെ. കേട്ടാ നിമ്മാര് പറഞ്ഞ കേൾക്കൂലേ? ഫോൺ എടുക്കണ്ടാണ് എടുക്കുവോ? എടുക്കുവോ? കളിച്ചാൻ പോകണ്ടെങ്കിൽ പോവോ? കേട്ടാ പോലെ അനുസരിക്കണം. കേൾവി നമ്മൾ വായക്കൂടി മണ്ടും അമ്മച്ച് മാണിയെ കുഞ്ഞാണിയെ വിളിച്ചുമ്പോൾ കേട്ടുകാണ്ട് മണ്ടലില്ലേ? ആ പരിപാടിയൊക്കെ അവിടെ നിർത്തിയിട്ട് അമ്മനോട് മുണ്ടണ്ടായിരുന്നു മുണ്ടുവോ? അമ്മനോട് മുണ്ടണ്ടായിരുന്നു മുണ്ടുവോ? മുണ്ടണം. അത് പാടില്ല. ഇതിനെതിരല്ലാത്ത മുഴുവൻ വിഷയങ്ങളിലും മാതാപിതാക്കൾക്ക് വഴിപ്പെടുക. കുടുംബബന്ധം മുറിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. കുടുംബബന്ധം മുറിച്ച ആളുള്ള മജ്‌ലിസിന് വരെ ദ്വാക്കിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മദ്രസക്ക് കൊണ്ടറിഞ്ഞാൽ അപ്പോഴത്തെ പുറമെ തേങ്ങ കണ്ട് തട്ടിക്കാറിഞ്ഞാൽ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ദീനിനെതിരല്ലാത്ത എല്ലാ വിഷയത്തിലും മാതാപിതാക്കൾക്ക് വഴിപ്പെടുക. അല്ലാഹു തആല മാതാപിതാക്കളെ പൊരുത്തുള്ള മക്കളാക്കി തരട്ടെ. അവരെ കാലിൻ്റെ അടി സ്വർഗം എന്ന് പറഞ്ഞാൽ കൈക്കോട്ടെടുത്ത് മാന്തിയാൽ അവിടെ കാണൂല. അവരെ കാലിൻ്റെ അടിയിൽ അവരിഷ്ടപ്പെടുന്നവർക്ക് ജീവിക്കുക. അതിനാണ് വലിയ ഭാഗ്യമാണ്. ഓലെ ഫോണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചൊരുമാര് ഉമ്മാക്കൊരു സമാധാനം ഉണ്ടാവും. കുട്ടികളെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ ഓ തള്ള വിളിച്ചാൽ തുടങ്ങി ഇപ്പോൾ എടുത്താൽ ചെല്ലേണ്ടി വരും അല്ലേ മക്കളെ? അല്ലേ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുമ്പോൾ അതുകൊണ്ട് ആ ഫോണിൽ ആ പേരുണ്ടാവും. കോള് വരാത്തൊരു സമയം വരാണ്ട് പഠിച്ചോനെ ചീത്ത പറയാനെങ്കിൽ ഒരു ഉമ്മ കയ്യിലുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്. അതുപോലെ നമ്മളമ്മാർക്കും പാപ്പാർക്കും ആഫിയത്തുള്ള മരണപ്പെട്ടവർക്ക് അതുപോലെ മാഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മ ഉമ്മ ഏത് നട്ടപ്പാതിരക്കും നമുക്ക് ഉമ്മച്ചിയെന്ന് വിളിച്ച് കയറി ചെല്ലാൻ പറ്റും. പെണ്ണുങ്ങളെ വിളിച്ചാലും റീപ്ലൈ കിട്ടിക്കോളുന്നില്ല. ഉമ്മൻ്റെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ടാവും. കയറി ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പം നേരം വെക്കിക്കണമെങ്കിൽ 10-20 ദിവസങ്ങൾ കുട്ടികളെ നേരം വെക്കിക്കണമെങ്കിൽ 2 ചീത്തൊക്കെ പറഞ്ഞാലും ചോറ് വെച്ചിരുന്നാൽ ചോദിച്ചില്ല. നമ്മൾ മന്തി എന്ത് ചെന്നാലും പിന്നെ ഉമ്മാരെ പേടി എന്താണോ? ഒരു 13-14 വയസ്സ് കഴിഞ്ഞാൽ 20-25 വയസ്സ് വരെയുള്ള പേടി എന്താണോ? എൻ്റെ കുട്ടി സിഗരറ്റ് വലിക്കോ, ആൻസ് വെക്കോ, പുറത്ത് പാലത്തുമ്പോൾ പോയിട്ട് എന്തെങ്കിലും തോന്നിയ വസ്തു പോടുക എന്നുള്ള ഒരു ബേജാറാണ്. ആ കരുതലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല ആയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പാപ്പാൻ്റെ മഖാമിൽ വെച്ച് മന്ത്രിച്ച രോഗശമനത്തിനുള്ള വെളിച്ചെണ്ണ ഔലോസൂരി പരിചയപ്പെടുത്തുന്ന കലണ്ടർ തിരിയൊക്കെ ആവശ്യമുള്ളൊരു വാങ്ങിച്ചോളി. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെയാണ് തങ്ങൾ നിസ്കരിച്ചതും മുളുവെടുത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. മാഷാ അല്ലാ, ഒരു അത്ഭുതം തന്നെയാണിത്. അങ്ങനെ നമ്മളവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇറങ്ങാട്ടോ മല. നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇത് എങ്ങനെ കയറാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടാ. അപ്പോൾ തങ്ങളുപ്പാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി മാറ്റി തരട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ വ്ളോഗിൻ്റെ പാർട്ട് 4 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.